Hello everybody, I'm Prince Mohanan, Junior Instructor ACD working in Govt.ITI Tumanu. Please do watch the video and subscribe our YouTube channel. Today we are going to discuss the topic center of gravity. And the objectives of this lesson are to define the center of gravity, to define centroid, to state the methods to calculate center of gravity, and to define equilibrium. So, moving on to our first objective, that is the definition of center of gravity. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമി ഏതൊരു വസ്തുവിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ഒരു ബലം കൊണ്ട് ആകർഷിക്കുന്നുണ്ട്. ഏതൊരു വസ്തുവിനെയും ഭൂമി ആകർഷിക്കുന്ന ആ ബലം വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് ആ വസ്തുവിൻ്റെ ഭാരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് ഓബ്ജെക്റ്റ്. സോ ബൈ ഡെഫിനിഷൻ, center of gravity is a point from which the weight of a body may be considered to be at, irrespective of the position of the body. Whatever be the position of the body, the center of gravity is a fixed point along which the weight of the body is supposed to be at. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്, ആ പോയിന്റിലൂടെയാണ് ആ വസ്തുവിനെ ഭൂമി ഒരു ബലം കൊണ്ട് അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇപ്പം നാം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു റോഡ് ഒരു കയ്യിൽ അതിൻ്റെ വിരലിൽ ബാലൻസ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ആ വിരലിൽ അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് അയാളത് റോഡിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ റോഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ്. വാട്ട് എവർ ബി ദ പൊസിഷൻ ഓർ ഷേപ്പ് ഓഫ് ദ ബോഡി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് എ ഫിക്സ്ഡ് പോയിന്റ്. ആ ഫിക്സ്ഡ് പോയിന്റിൽ ആ ആൾക്ക് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ആ വസ്തു ബാലൻസ്ഡ് കണ്ടീഷനിലായിരിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ കാണാം, ഒരു തോണിയിൽ യാത്ര ചെയ്യുന്നതാണ്, രണ്ടുപേര് യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ തോണി ആ വെള്ളത്തിൽ ബാലൻസ്ഡ് കണ്ടീഷനിലാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കതിൽ വളരെ സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബോട്ടിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട് അത് ചരിയാനോ മറിയാനോ ഒക്കെയുള്ള സാധ്യത അതിൽ കാണുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ഓബ്ജെക്റ്റ് ഓർ എ സ്ട്രക്ചർ. മറ്റൊരു ഫിഗർ കാണുന്നതിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ബസ്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നേരെ അതിൻ്റെ വെയിറ്റ് നേരെ താഴേക്ക് അനുഭവപ്പെടുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ആ ബസ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണത്, ആ പൊസിഷനിൽ അത് സേഫാണ്. പക്ഷേ വീണ്ടും അത് അല്പം കൂടെ ചെരിയുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം കാണുന്ന ആ ലൈൻ, ബ്ലൂ ലൈൻ, ആദ്യത്തെ ഫിഗറിൽ കാണുന്ന ബ്ലൂ ലൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടാമത്തെ ഫിഗറിലെ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ആ ബസ്സിൻ്റെ ബേസിന് വെളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ചെയ്താൽ ആ ബസ് മറിയാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ സ്റ്റെബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സെൻറ്റർ ഓഫ് gravity. Next, centroid. Centroid is the center of gravity of a plane surface. Plane surface are also known as lamina. That we mean that the plane surface is what we call a surface having only two dimensions, like length, breadth, etc. Only two-dimensional surface. Plane surfaces or lamina, we can say that they are having only two dimensions. അങ്ങനെ രണ്ട് ഡയമെൻഷൻസ് മാത്രമുള്ള സർഫസുകളുടെ
സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് പറയുന്ന പേരാണ് സെൻട്രോയിഡ്. അതായത് ഫോർ എക്സാമ്പിൾ സ്ക്വയർ പറയാം, സർക്കിൾ, ട്രയാങ്കിൾ, അങ്ങനെയുള്ള ഫിഗറുകളുടെ എല്ലാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിന് പറയുന്ന പേരാണ് സെൻട്രോയിഡ്. നോർമലി ദിസ് മേ ബി ദ ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദ ഓബ്ജക്റ്റ്. ആ ഓബ്ജക്റ്റിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിലായിരിക്കും ഇത്തരം ഒബ്ജക്റ്റുകളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. കാണുന്ന ഫിഗറിൽ ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് പറയുന്ന പേരാണ്, പ്ലെയിൻ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് പറയുന്ന പേരാണ് സെൻട്രോയിഡ്. അപ്പോൾ ആ കാണുന്ന ഫിഗർ അതൊരു പ്ലെയിൻ സർഫസ് ആണ്, അതായത് ഒരു ട്രയാങ്കിൾ, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആ കാണുന്നത്. ഹൗ ടു കാൽക്കുലേറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? ഏതൊക്കെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്? നോർമലി ബൈ ജോമെട്രിക്കൽ കൺസിഡറേഷൻ ആൻഡ് ബൈ ദ മെത്തേഡ്സ് ഓഫ് മൊമെൻറ്റ്സ്. ഈ രണ്ട് മെത്തേഡിലാണ് സാധാരണയായിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബൈ ജോമെട്രിക്കൽ കൺസിഡറേഷൻ, ഈ മെത്തേഡ് ജോമെട്രിക്കൽ കൺസിഡറേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് where there the geometry of the figure may be like a straight line, rectangle, square, circle, etc. സർക്കിൾ, റെക്റ്റാങ്കിൾ, അങ്ങനെയുള്ള റെഗുലർ ഷേപ്പുള്ള ജോമെട്രിക്കൽ ഫിഗറുകളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോമെട്രിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ചില ഇക്വേഷൻസ് ആണ്, ജോമെട്രിക്കൽ മീൻസിൽ ചില ഇക്വേഷൻസ് ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്ന് ജോമെട്രിക്കൽ മീൻസിൽ ചില ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം കാണുന്ന സർക്കിളാണ്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിൽ തന്നെ ആയിരിക്കും. 6 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് അത് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു ഫിഗർ, ഒരു ഹെമിസ്ഫിയർ കാണിച്ചിട്ടുണ്ട്. ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ബേസിൽ നിന്ന് 3r/8 എന്നുള്ള ഹൈറ്റിലായിരിക്കും. ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഓർ എ പാരലോഗ്രാം ഈസ് അറ്റ് എ പോയിൻറ്റ് വെയർ ദ ഡയഗണൽസ് മീറ്റ് ഈച്ച് അതർ എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്ന ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആ റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ അതൊരു സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിലാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഇനി ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിലാണ്. പിന്നെ അടുത്തൊരു ഫിഗറിൽ അവിടെ ഒരു റൈറ്റ് സർക്കുലർ കോൺ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ബേസിൽ നിന്ന് 1/4 ഹൈറ്റിലാണ് വരുന്നത്. ഇനി ഒരു സെമി സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് 4r/3π എന്നുള്ള ഡിസ്റ്റൻസിലാണ്. അതിൻ്റെ ബേസിൽ നിന്ന് 4r/3π എന്നുള്ള ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഈ കാണുന്ന ഫിഗറുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരും എന്നുള്ളത് ജോമെട്രിക്കൽ മീൻസിൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതാണ്. സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്, ഇക്വിലിബ്രിയം. ആ കാണുന്ന ഒരു ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 2 സൈഡിലേക്ക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിന്ന് ആ ഒരു കയറിൽ വലിക്കുകയാണ്, ടഗ് ഓഫ് വാർ. അതിൻ്റെ ഒരു ഇമേജാണ് ആ കാണുന്നത്. അപ്പോൾ ആ 2 സൈഡിൽ നിന്നും ആ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അവരൊരു ബാലൻസ്ഡ് പൊസിഷനിലാണ് അവിടെ നിൽക്കുന്നത്. മീൻസ് ആ 2 സൈഡിൽ നിന്നുമുള്ള ഫോഴ്സിൻ്റെ എഫക്റ്റ് മൊത്തത്തിൽ അവിടെ ന്യൂട്രൽ എഫക്റ്റാണ്. അതുകൊണ്ട് അതിനെന്ത് സംഭവിക്കുന്നില്ല, ഒരു അൺബാലൻസ്ഡ് കണ്ടീഷൻ അവിടെ വരുന്നില്ല. അതായത് അതൊരു സ്റ്റഡി സ്റ്റേറ്റിലാണ്. അത് നമുക്ക് പറയാൻ പറ്റും അത് ഇക്വിലിബ്രിയത്തിലാണ്. ബൈ ഡെഫിനിഷൻ a body is said to be in equilibrium when the resultant of a set of force acting on that body is 0. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഒന്നിലധികം ഫോഴ്സുകളുടെ നെറ്റ് എഫക്റ്റ് 0 ആണെങ്കിൽ, അല്ലെങ്കിൽ അവയുടെ റിസൾട്ടൻറ്റ് 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണ്, സന്തുലനാവസ്ഥയിലാണ്, ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ്. അണ്ടർ ഇക്വിലിബ്രിയം ദർ ഇസ് നോ ടേണിംഗ് മൊമെൻറ്റ്. അതായത് സന്തുലനാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൽ എന്തുണ്ടാവുന്നില്ല, ഫോഴ്സിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഉണ്ടാവുന്നില്ല. അതായത് ഫോഴ്സിൻ്റെ എഫക്റ്റ് അവിടെ 0 ആണ്. അപ്പോൾ ആ വസ്തുവിന് എന്തുണ്ടാവില്ല, മൂവ്മെൻ്റ് ഉണ്ടാവില്ല, ടേണിംഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലീനിയർ മൂവ്മെൻ്റ് ഉണ്ടാവില്ല. നെറ്റ് എഫക്റ്റ് ഓഫ് ദാറ്റ് ഫോഴ്സ് വിൽ ബി 0. സോ ദിസ് ഇസ് ദ ഇക്വിലിബ്രിയം. ലെറ്റ് സമ്മറൈസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് CG, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, എന്താണ് സെൻട്രോയിഡ്, then methods to calculate center of gravity, and the definition of equilibrium. Our next lesson is states of equilibrium. Okay, thank you. Have a nice day.